ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ബിയർ റിക്വസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചായക്കടയിൽ കിട്ടുന്ന നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലെ നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയിൽ ശരിക്കും ചായക്കടയിൽ അതേ ഫ്ലേവറും അതേ ടെക്സ്ചറൊക്കെ കിട്ടാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തേക്കാണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. ഒന്നുകിൽ മിക്സി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കല്ലിലിട്ടിട്ട് ഒരു വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 or 3 ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു പച്ചമുളക് തന്നെ ധാരാളമാണ്. നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഉപയോഗിച്ചാൽ മതി. കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ്, ജസ്റ്റ് ഒരു ഫ്ലേവർ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പച്ചമുളക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം. ഞാനിപ്പോൾ ഒരു 5 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് കീറിയിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് തേങ്ങ ചിരകിയതാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, കറി ജീരകമാണ് ചേർക്കുന്നത്. പെരുംജീരകം അഥവാ വലിയ ജീരകം വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതും പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാൻ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടിയാണ്. അപ്പോൾ മിക്കവരും പറയാണ്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതങ്ങ് ഹാർഡായി പോകുന്നു എന്നുള്ളത്. അപ്പോൾ ചില ബ്രാൻഡിൽ നമ്മൾ പത്തിരി റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് ഹാർഡായി പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പത്തിരിപ്പൊടി, ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും അതിൻ്റെ പിറകിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിനിപ്പോൾ 1 കപ്പിന് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് കണക്ക്. അതേ അളവ് തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള പത്തിരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ് നെയ്യ്. നെയ്യുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ നെയ്പത്തിരി എന്ന് പറയുമ്പം ഒരിത്തിരി നെയ്യുടെ ഫ്ലേവർ എന്തായാലും വേണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, വെളുത്തുള്ളിയും നമ്മുടെ ചെറിയുള്ളിയൊക്കെ കൂടിയുള്ള മിക്സ്, അത് നെയ്യിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒത്തിരി സമയമൊന്നും ചെയ്തെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ കൂടുതൽ സമയം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ അങ്ങ് മാറും. പിന്നെ അത് മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റും കളറും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്തിൽ നിന്നും ഒരു 1/4 കപ്പ് നമ്മൾ അധികം ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർക്കുന്നത്. ഇനി ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഉപ്പ് എപ്പോഴും നോക്കുക, വെള്ളത്തിൻ്റെ ഉപ്പ് എപ്പോഴും ഒന്ന് കയറി നിൽക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുക. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മിക്സ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല തിള വന്നതിന് ശേഷം മാത്രം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുക, പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മറ്റേ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. അതേ സമയം തന്നെ ഇതിനകത്ത് ശരിക്കും ചായക്കടയിൽ ഇതിനൊരു ടെക്സ്ചറൊക്കെ കറക്റ്റ് കിട്ടുന്നത് മൈദ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചായക്കടയിൽ ചെയ്യുമ്പോൾ 2 രീതിയിൽ അവർ ചെയ്യാറുണ്ട്. 1 കപ്പ് പൊടിക്ക് 1/4 കപ്പ് മൈദ എന്നുള്ള കണക്കിലും, അതുപോലെ തന്നെ 1/2 കപ്പ് പൊടി എടുത്തിട്ട് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി അധികം അങ്ങ് സോഫ്റ്റായി പോകും. പക്ഷേ എനിക്ക് ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ 1 കപ്പ് പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ മൈദ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഈ ചൂടിൽ തന്നെ നമ്മൾ മൈദ ചേർത്ത് ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ല ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് വേറൊരു ബൗളിനകത്തോട്ടൊക്കെ മാറ്റിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. എന്നിട്ട് ഗ്ലാസിൻ്റെ ഒരു ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയാണ് നമ്മളെപ്പോഴും ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാനൊരു ഇത്തിരി എള്ളാണ് ചേർക്കുന്നത്. ശരിക്കും കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ വേണ്ടി നോക്കുക. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എള്ള് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കറുത്ത എള്ളും കരിഞ്ജീരകം ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് കരിഞ്ജീരകത്തിനാണ്. അപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നല്ല ചൂടിൽ തന്നെയാണ് നമ്മളിത് കുഴക്കുന്നത്.
നല്ലത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിലൊന്ന് നനച്ച് കൊടുക്കുക. നല്ല ചൂടോട് കൂടി അറ്റ്ലീസ്റ്റ് നമ്മളൊരു 10 മിനിറ്റൊക്കെ കുഴക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ എത്രത്തോളം നല്ല പെർഫെക്റ്റായിട്ട് കുഴക്കുന്നു അത്രയും നല്ല പത്തിരി നമുക്ക് നല്ല ചൂടിൽ കുഴക്കുകയാണെങ്കിൽ അത്രയധികം സോഫ്റ്റായിട്ട് മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയും. സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ അങ്ങ് നല്ലതുപോലെ കുഴച്ചെടുക്കും. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും എന്തായാലും കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 6-7 മിനിറ്റ് 10 മിനിറ്റിനടുത്ത് തന്നെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മാവ് ഇതുപോലെ കിട്ടണം നമുക്ക് ഫൈനലായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്നുകിൽ നിങ്ങൾക്ക് ഓരോ ഉരുളിയായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഡയറക്റ്റ് എണ്ണയിലോട്ട് ചേർത്ത് ചുട്ടെടുക്കാം. പക്ഷേ നമുക്ക് ഒന്നുകൂടി എളുപ്പം എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് കുറേ എണ്ണം കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും തിക്നെസ് ശ്രദ്ധിക്കുക. ഒത്തിരി കനം കുറഞ്ഞിട്ടും ചെയ്യരുത്, ഒത്തിരി അങ്ങ് കനം കൂടിയിട്ടും ചെയ്യരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു തിക്നെസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കുഴച്ചതിലെ പെർഫെക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. കണ്ടില്ലേ നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടും. അത്യാവശ്യം ഈ ഒരു തിക്നെസ്സിൽ ആണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ബൗൾ വെച്ചിട്ട് നമുക്ക് മുഴുവൻ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ കരിഞ്ജീരകം നേരത്തെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കളറൊക്കെ അങ്ങ് ചേഞ്ച് ആകും. അതെപ്പോഴും ലാസ്റ്റ് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അളവിൽ എനിക്ക് 8 പത്തിരിയാണ് കേട്ടോ. 8 എണ്ണമാണ് എനിക്ക് ഇതിൽ നിന്ന് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഫ്ലെയിമിൻ്റെതാണ്. ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പത്തിരി ചുട്ടെടുക്കരുത്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നം ഇത് പെട്ടെന്ന് അങ്ങ് ഒന്ന് ജസ്റ്റ് പൊങ്ങിയിട്ട് പുറംഭാഗമൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡാകും, പക്ഷേ ഉൾഭാഗം ഒട്ടും വെന്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വരുന്നൊരു പ്രശ്നം ഇത് ഒത്തിരി അങ്ങ് ക്രിസ്പി ആയതുപോലെ നല്ല ഹാർഡായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ പത്തിരിയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു മൈദ ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും പുറമേ ഒരു ചെറിയൊരു ലെയർ പോലെ ഉണ്ടാകും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നത് ആ വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയൊക്കെയുള്ള ആ ഒരു മിക്സാണ്. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ ചായക്കടിയിൽ അതുപോലെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് വഴറ്റുന്ന സമയത്ത്. അതൊക്കെ ഇതിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നല്ലൊരു കളർ മാറി വരുന്നത് ഇതിനേക്കാളും ബ്രൗൺ ഷെയ്ഡിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാനെപ്പോഴും ഈ ഒരു ഗോൾഡൻ യെല്ലോ കളറിലാണ് റെഡിയാക്കി എടുക്കാറ്. കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം എണ്ണയൊന്നും ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ടിഷ്യൂ പേപ്പറിനകത്തോ കിച്ചൺ ടവലിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഒത്തിരി എണ്ണ കുടിക്കില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തിരി നല്ല രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയോ ബീഫ് കറിയോ അതല്ലെങ്കിൽ ജസ്റ്റ് സവാള റോസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ജസ്റ്റ് ഒരു ലെയർ പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫ്ലേവർ ആണെങ്കിലും സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ